പക്ഷേ നമ്മൾ ചൂണ്ടയിടാൻ വന്നതാണ്, കാസ്റ്റിങ്ങിന് വേണ്ടി വന്നത്. അപ്പോൾ നമുക്കൊരു സാധനം കാണിച്ചു തരാം. ഒരു അതിഥിയുണ്ട്. നിങ്ങൾക്ക് ക്യാമറ കിട്ടുന്നുണ്ടോ അറിയത്തില്ല, കേട്ടല്ലോ. ഇത് വള്ളിയല്ല, പച്ചിലപ്പാമ്പാണ് കേട്ടോ. നമുക്ക് മാറിയിക്കാം, പാമ്പ് ഓടി വന്നാൽ ചിലപ്പോൾ ഞാൻ ഓടും. ഓക്കെ, പുള്ളി നോക്കുകയാണ് എന്നെ എങ്ങനെയാണ് അതിൻ്റെ ഒഴിവാക്കുന്നതെന്ന്. നമ്മളിതുപോലെ കാട്ടിലൊക്കെ പോകുന്ന നേരത്ത് പല സൈസ് സാധനമുണ്ട് കേട്ടോ. പുള്ളി വളരെ കൂളായിട്ടാണ് എടുത്ത് മാറ്റുന്നത് കേട്ടോ. അവൻ വളരെ കാമായിട്ടാണ് നിൽക്കുന്നത്, വളരെ സമാധാനത്തോടെ പാമ്പ് നിൽക്കുന്നത്. വളരെ കൂളായിട്ട് പുള്ളി എടുത്ത് മാറ്റുക, കണ്ടല്ലോ. പാമ്പ് അതിൻ്റെ വഴിക്ക് പോയി. നമുക്ക് പുള്ളിയെ ഫോളോ ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ കാടിനുള്ളിലുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം വഴി അടിപൊളിയല്ല, ഇച്ചിരി മോശമാണ്, എന്നാലും നമുക്ക് നോക്കാം. നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇര തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇരയെ കിട്ടുന്നുണ്ട്, പിടിച്ചു നോക്കാം. വഴി കണ്ടല്ലോ, അത്ര എളുപ്പമല്ല ഇതുവഴി ട്രാവൽ ചെയ്ത് വരിക എന്നുള്ളത്. പിന്നെ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ കാസ്റ്റിങ്ങിന് വേണ്ടി വന്നതാണ്. എന്ത് കിട്ടുമെന്നൊന്നും അറിയില്ല, ജസ്റ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. നമ്മൾ മീൻ പിടിക്കാനുള്ള പരിപാടി ഒപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ കാസ്റ്റിങ്ങിന് പറ്റിയൊരു ഏരിയ അല്ല, കാസ്റ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ട്രാപ്പ് എന്തായാലും വെക്കുന്നില്ല, നമ്മൾ ചൂണ്ട വെച്ച് തന്നെയാണ് പിടിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് സെറ്റ് ചെയ്യണം. അതിനുള്ളൊരു പരിപാടിയാണ്, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നല്ല വ്യൂ ആണ് കേട്ടോ, വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. നമ്മളിപ്പം കാട്ടിൻ്റെ വളരെ ഉള്ളിൽ തന്നെയാണ്, കണ്ടല്ലോ. അതിമനോഹരമായ ഒരു ഏരിയ ആണ്. ഞാനിപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു ഞങ്ങളിപ്പോൾ പ്രാണികളെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ വെക്കാനുള്ള. അതിനുശേഷം പിടിക്കുന്ന ഒരു വെയിറ്റിംഗ് ടൈമും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ചെതലും ചെളി വരയ്ക്ക് ഇതാ സംഭവം കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവൻ കാസ്റ്റ് റെഡിയായിട്ട് ചൂണ്ട സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നല്ല അസല് പാറയെടുക്കാണ്. ഇവിടെയാണ് ധാരാളം മീനുകളുള്ളത്, പലതരം മീനുകളുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈലെ, ക്യാറ്റ് ഫിഷ്, സ്നേക് ഹെഡ്, അതായത് വരാലിൻ്റെ ടൈപ്പ് മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെളി കലക്കി വിടാനുള്ള പരിപാടി നോക്കട്ടെ, ശേഷം കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കലക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. കലക്കി ആ കുളം നല്ല ഫുൾ കളറായിട്ട് വേണം നമുക്ക് അതിൻ്റെ അത് മീൻ പിടിക്കാൻ. അതാണ് ഇപ്പോൾ ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്, കണ്ടല്ലോ. അതാണ് ഏരിയ. നമ്മളിപ്പോൾ വന്നത് താഴെയാണ്, അവിടുന്ന് മാറി ഒന്ന് മുകളിലേക്ക് വന്നതാണ്. ദീപചേട്ടൻ ഒന്നാമത്തെ സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. ദീപചേട്ടന് സാധനം കിട്ടിയിട്ടുണ്ട്. കളറാണ് കേട്ടോ, കളറ് വെള്ളം. വെള്ളം സെറ്റ്. ഓക്കെ, ബക്കറ്റ് എടുത്തിട്ട് വരാം. ഓക്കെ, ആള് നല്ല ഭംഗിയുള്ള കേട്ടോ. ഓക്കെ, അവൻ അതിൻ്റെ തിരിക്കട്ടെ. നമുക്ക് അടുത്ത ആളെ പിടിക്കാം. നമ്മൾ ഇച്ചിരി മാറ്റി വെച്ചേക്കാം, ആൾക്കൊരു ടെൻഡൻസി തോന്നി ചാടിപ്പോണ്ട. അടുത്തത് ദീപചേട്ടൻ്റെ കുളത്തിലാന്ന് തോന്നുന്നു. സ്ട്രൈക്ക് ഇല്ല, വന്നില്ല. ദീപചേട്ടൻ്റെ കുളത്ത് കാട്ടെ കുടുങ്ങി. നമുക്ക് അടുത്ത ഏരിയ നോക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, മേലെ പോട്ട് കലക്കി വിടാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് കലക്കി വിടുക, പിടിക്കുക. നമ്മളിങ്ങനെ കലക്കി അങ്ങ് വിടുക. നമ്മളിവിടെ ചെളി ഇട്ടിട്ടുണ്ട്. അതെ, അടുത്ത കൂരി ദീപചേട്ടന് കിട്ടിയിരിക്കുകയാണ്. അടുത്ത വാളക്കുഞ്ഞ്. അടുത്ത വാളയാണ് കേട്ടോ, കൂരിയല്ല. രണ്ടാമത്തെയാണ്. നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടി. നമുക്ക് അടുത്ത ആളെ ട്രാപ്പ് ചെയ്യാം. അധികം മുറിവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പിടിക്കാം. ഓക്കെ, അവനെ അതിനകത്ത് കിടക്കട്ടെ. നമുക്ക് അടുത്ത ആളെ പോകാം. ദീപചേട്ടന് അടുത്ത അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത അടി കിട്ടിയിട്ടുണ്ട്. ദീപചേട്ടാ, അതിന് അത് ഫീമെയിലാണോ അതോ മെയിലാണോ? ഒന്നുമില്ല. ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ ബാ. പിന്നെ നമുക്ക് ഏകദേശം 4-5 ആയില്ലേ? 5. ചുണ്ട് മുറിഞ്ഞിട്ടുണ്ട് അല്ലേ? അടുത്ത വാള അടിച്ചിരിക്കുകയാണ്. ജ്യോതിഷ് കേട്ടോ അടിച്ച. ജ്യോതിഷേ, എന്നാണോ അവനക്ക്? അവൻ തന്നെയാണോ? ഈച്ചയുടെ കറക്റ്റ് പണിയാണ്. ഇതിനെ എടുത്ത് മാറ്റൽ ഒരു പണിയാണ്.
കിട്ടിക്കഴിഞ്ഞാൽ സുഖ. ജ്യോതിഷിൻ്റെ സ്ട്രൈക്കർ അന്യായ സ്ട്രൈക്കർ, കാരണം അവൻ്റെ അണ്ണാക്ക് നോക്കിയാണ് കയറിയേക്കുന്നത്. ഇത് സർവൈവ് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷയില്ല. പക്ഷേ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ കലർത്തിയൊക്കെയുള്ള നല്ല വെള്ളമാണെങ്കിൽ ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമായിരിക്കും. ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. ചത്ത കറിയാക്കാം. അതിൻ്റെ ഇടയിൽ അവൻ തകടിച്ചു. വീട്ടിൽ തന്നെ ഒരു ക്യാച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതാണ്, നമുക്ക് ഇതിൻ്റെ വലുത് കിട്ടുമോ നോക്കാം. ഭയങ്കര വഴുക്കല, നമുക്ക് വിട്ടു നോക്കാം ചങ്ങായിനെ. വോ, ആളെ ഭയങ്കര അഗ്രസീവാണ്. പിന്നെ കൈ കയറിയൊരു പണി കിട്ടി, കുഴപ്പമില്ല. കാസ്റ്റിങ്ങിന് വന്നതല്ലേ, ഒരു കാര്യം ചെയ്യാം, അടുത്ത മീനെ പിടിക്കാം. അങ്ങനെ നമുക്ക് മീനെ കിട്ടിയിട്ടുണ്ട്, പ്ലാന്റുകളൊക്കെ കിട്ടി. ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത്, വേറെ ഒന്നുമില്ല. നമ്മൾ അക്വേറിയം ഒരു വൈൽഡ് അക്വേറിയം പോലെ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ശേഷമാണ്, കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളതിനകത്ത് മറ്റ് അലങ്കാര മത്സ്യങ്ങൾ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇന്നത്തെ ക്യാച്ച് കഴിഞ്ഞു. നമ്മൾ മീനെല്ലാം കൊണ്ടിടാം. എന്നെ നമുക്ക് മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് സാധനം ഇരിക്കുന്നത്. കൊണ്ടുവന്നത് ഇതെന്ന് വെച്ചാൽ ചിലയിടത്ത് പൂരിവാളാന്ന് പറയും, ചിലയിടത്ത് ചട്ടവാളാന്ന് പറയും. വാള തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രോപ്പിക്കൽ അറ്റ്മോസ്ഫിയറിന് ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് ഇവന്മാരെ കൊണ്ട് മാറ്റാം. അമ്മാരെ തരാം. ഇതിനകത്തുള്ള നമ്മളിട്ട വാളയെ ഞാൻ പിടിച്ചു മാറ്റിയിരിക്കുകയാണ്. വാള ഇട്ടിട്ട് ഏകദേശം കുറച്ച് ദിവസമായി. പിടിച്ചു മാറ്റാനുള്ള കാരണം വേറൊന്നുമല്ല, അവർ ചാടാനൊക്കെ തുടങ്ങി. ഇതിന് വെള്ളം ഭയങ്കര സ്മെല്ലിയായി. അപ്പോൾ ഫസ്റ്റ് മിസ്റ്റേക്കാണ്. വേറൊരു കാര്യം, ഞാൻ കുറച്ച് ഫോക്സ് ടെയിൽ കൊണ്ട് നട്ടിട്ടുണ്ട്. ഇനിയും പ്ലാന്റ്സ് കൊണ്ട് നടാനുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കണ്ടറിയാം. ഇനിയും പ്ലാന്റ്സ് നടാനുണ്ട്. കുറച്ച് ദിവസത്തേക്ക് ഞാൻ വെള്ളം നിറച്ച് വെക്കുകയാണ് അക്വേറിയത്തിൽ. അതായത് മാക്സിമം വെള്ളം നിറച്ച് സെറ്റാക്കി എടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. മീനിനെ അതിൻ്റെ ഒന്ന് മാറ്റേണ്ടി വന്നു. ഭയങ്കര ചാട്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ നേരെ എടുത്ത് തട്ടിയത്. പിന്നെ നമ്മുടെ പുതിയ കുളത്തിൻ്റെയും പിന്നെ ബ്രീഡിംഗ് ബോക്സിൻ്റെയും ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്വേറിയത്തിൻ്റെ വർക്ക് പതുക്കെ തീർക്കാൻ പറ്റും. കാരണം ഒരു പ്ലാന്റഡ് അക്വേറിയമാണ്. അതൊരു നാച്ചുറൽ ഹാബിറ്റായിട്ടായി വരുന്നത് വരെ നമ്മൾ അതിൻ്റെ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും ദിവസങ്ങൾ കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും നല്ല കണ്ടന്റുമായിട്ടും നല്ല വീഡിയോയുമായിട്ടും വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.